ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഓട്ടോ ഹോം ടിപ്സ് മലയാളം ചാനൽ. ഞാനിന്നിവിടെ ഈ ചാനലിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ തരാൻ വേണ്ടിയാണ്. ഞാൻ ഒരു റഫ് ഇൻട്രൊഡക്ഷൻ, വേറെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, ഈ ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുകയെന്ന് വെച്ചാൽ എന്തെങ്കിലും കാര്യങ്ങൾ പ്രൊഡക്റ്റീവായിട്ട് അല്ലെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് യൂസ്ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റണം എന്നുള്ളൊരു ആഗ്രഹത്തോടുകൂടി തുടങ്ങിയ ഒരു ചാനലാണത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി എന്ന് പറയാം, നമ്മൾ ചാനലിൽ പല റാൻഡം വീഡിയോസ്, അതായത് റാൻഡം ടോപ്പിക്കുള്ള വീഡിയോസാണ് കാര്യങ്ങൾ കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് മുതൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ഓട്ടോമൊബൈൽ കാര്യങ്ങൾ കുറച്ച് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളാണ്. അതുപോലെ തന്നെ യൂസ്ഡ് കാർസിൻ്റെ കാര്യങ്ങളിൽ നമ്മളുടെ നാട്ടിൽ ഒത്തിരി ആളുകൾ ഒരു യൂസ്ഡ് കാർ ഇപ്പോൾ ഓപ്റ്റ് ചെയ്യുന്ന ഒരു കാലമാണത്. മാത്രമല്ല, ഒരു വീട്ടിൽ ഒരു ഫോർ വീലർ എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു ആവശ്യമായി മാറിയിരിക്കുകയാണ്. ഇപ്പം കോവിഡിന് ശേഷമാണ് കൂടുതലും അങ്ങനെ വന്നിരിക്കുന്നത്. അപ്പോൾ ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വീട്ടിലെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഒരു കാർ സെലക്ട് ചെയ്യുക എന്നുള്ളത് പലപ്പോഴും ഒരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പലർക്കും അതിനെക്കുറിച്ച് ഐഡിയാസ് ഇല്ല, അല്ലെങ്കിൽ ഏത് കാർ എടുക്കണം. ചിലർ കമ്പനി നോക്കിയെടുക്കുന്നു, ബ്രാൻഡിലാണ് നോക്കുന്നത്, അല്ലെങ്കിൽ ചിലർ സർവീസ് വളരെ തുച്ഛമാണെന്ന് പറഞ്ഞിട്ട് ഒരു കാറുകൾ മോശമല്ല, എന്നാലും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കമ്പനീസ് ഇഷ്ടംപോലെ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പം അങ്ങനെ പോയി പെടുന്നവരുണ്ട്. അല്ലെങ്കിൽ ചെറിയ പൈസയ്ക്ക് ഒരു 8,000 അല്ലെങ്കിൽ 90,000, 50,000, 14,000 എല്ലാം കാറുകൾ അവൈലബിൾ ആണ്. ബട്ട് നമ്മളുടെ റിക്വയർമെന്റ് അനുസരിച്ചിട്ട് നമ്മളുടെ ബഡ്ജറ്റിൽ കൊക്കിൽ ഒതുങ്ങുന്ന ഒരു കാർ സെലക്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു ഓൺലൈൻ ഏജൻസി പോലെ. ഇതിന് ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. നിങ്ങൾക്ക് താല്പര്യമുള്ള നിങ്ങളുടെ റിക്വയർമെന്റ്, നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയാണ്, നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് എത്രയാണ്, അതിനേക്കാൾ നിങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കുന്ന വേറെ പല കാരണങ്ങളുണ്ടോ? ഡ്രൈവബിലിറ്റിക്കാണോ, അല്ലെങ്കിൽ സർവീസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണോ, അല്ലെങ്കിൽ ബോഡി ക്വാളിറ്റി ആണോ, സേഫ്റ്റി ഫീച്ചേഴ്സ് ആണോ? അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ കമൻസിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ, നിങ്ങളുടെ റിക്വയർമെന്റ് അനുസരിച്ചിട്ടുള്ള ഒരു സെക്കൻഡ് ഹാൻഡ് കാർ അവിടെയാണ് നമ്മൾ ഹൈലൈറ്റ് വരുന്നത്. ഞാൻ ഒരിക്കലും ഒരു ഫ്രഷ് കാർ നമ്മൾ സജസ്റ്റ് ചെയ്യും. പക്ഷേ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നതും അതുപോലെ തന്നെ കാറുകൾ, നമ്മൾ ഈ ചാനലിൽ കൊണ്ടുവരാൻ പോകുന്ന കാറുകൾ എന്ന് ഉദ്ദേശിക്കുന്നത് സെക്കൻഡ് ഹാൻഡ് ബഡ്ജറ്റ് കാർസ് അല്ലാത്ത കാർസും ഉൾപ്പെടുത്തിയാണ് നമ്മൾ ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ്. ഒരു നിലവിൽ ഒരു സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റ്, ഒരു സബ്സ്ക്രൈബറുടെ ആവശ്യം അനുസരിച്ചിട്ട് അത് ഒരു അസസ്മെന്റ് പോലെ എടുത്ത് നമ്മൾ ആ ഒരു ബഡ്ജറ്റ്, അവരുടെ റിക്വയർമെന്റ് കാര്യങ്ങളെല്ലാം ഒരു അസസ്മെന്റ് പോലെ ചാർട്ട് പ്രിപ്പയർ ചെയ്ത് വിത്തിൻ 1 day നമുക്ക് അവർക്കൊരു ഇന്ന കാർ, ദിസ് ലിസ്റ്റിൽ ഒരു 1 to 5 ലിസ്റ്റുകൾ നമ്മൾ കൊടുക്കും. ഇതിൽ എടുത്തു കഴിഞ്ഞാൽ ഗുണമുള്ളതും ദോഷമുള്ളതും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യും. അപ്പോൾ അത് ഒത്തിരി ആളുകളിലേക്ക്, അതായത് അവർക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. മനസ്സിലായോ? ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ, ഒരു സാധാരണ ഒരു എംപ്ലോയി ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത് ഇപ്പോൾ സേവിങ്സ് ആയിട്ടൊക്കെ ഒരു 3 lakh ആണുള്ളത്. ബട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലൊരു 6 members ഉണ്ട്. അദ്ദേഹത്തിന് ഒന്ന് ദൂരെയൊക്കെ പോവുകയാണെങ്കിൽ വേറൊരു വണ്ടി വിളിച്ച് പോകാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ വലിയ കുഴപ്പമില്ലാതെ പോവുകയും വേണം. കുറച്ച് ഫ്യൂൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള കാർ വേണം. മെയിൻ്റനൻസ് കാര്യമായിട്ട് വരാൻ പാടില്ല. അപ്പോൾ അല്ലെങ്കിൽ ബ്രാൻഡൊന്നും ഇവിടെ പ്രശ്നമില്ല, കുഴപ്പമില്ലാതെ കൊണ്ടുനടക്കാൻ പറ്റുന്നൊരു കാറ്. ഈ ഒരു കാര്യം റിക്വയർമെൻ്റ് ആണ് ഒരാൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ലിസ്റ്റ് ഓഫ് കാർസ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് കൊടുക്കും. അത് ഓരോ റിക്വയർമെൻറ്റ്സ്, ഇപ്പോൾ നിങ്ങൾ കമൻസിൽ വരുന്ന കാര്യങ്ങൾ ഇന്ന അപ്പോൾ നമ്മൾ നോക്കിയിട്ട് ഇന്ന ഫീച്ചേഴ്സ് ഉള്ളത്, ഇന്ന ബഡ്ജറ്റിലുള്ള കാറുകളിൽ എന്നും പറഞ്ഞിട്ടായിരിക്കും പിന്നീടുള്ള വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ചുരുക്കിയല്ല, കുറച്ച് ലോങ് ആയി പോയെന്ന് എനിക്കറിയാം. നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ ചാനൽ കൊണ്ട് പ്രേക്ഷകർക്ക് യൂസ്ഫുൾ ആയിരിക്കണം. ഇപ്പോൾ നിലവിലെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം വളരെ കുറവാണ്. ഐ തിങ്ക് ഒരു 90 താഴെയാണ് സബ്സ്ക്രൈബേഴ്സ് ഉള്ളത്. പറഞ്ഞിട്ട് കാര്യമില്ല, സ്വാഭാവികമായിട്ടും ഇതൊരു ഈ പറഞ്ഞ പോലെ ഒരു റാൻഡം ഐഡിയാസ് കീപ്പ് ചെയ്തിട്ട് പോകുന്ന വീഡിയോസ് അപ്ലോഡ് ചെയ്ത് പോകുന്ന ഒരു ചാനലാണ് ഇതുവരെ. അപ്പോൾ ഇന്ന് മുതൽ അതിൽ നിന്നൊരു ചേഞ്ചസ് വന്നിട്ട് എക്സ്ക്ലൂസീവ്ലി ഫോർ യൂസ്ഡ് കാർസ് എന്നുള്ള രീതിയിലാണ്. ഞാനൊരു ഡീലറല്ല. എല്ലാവരും ഇത് കാണുന്ന എല്ലാവരും നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഡൗട്ട്സ് നിങ്ങൾ ചോദിക്കുക. ഒരു മെക്കാനിക്കൽ സൈഡിലുള്ള ഡൗട്ട്സ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇന്ന ബഡ്ജറ്റിലാണ് എൻ്റെ ആവശ്യം, ഇത്ര മെമ്പേഴ്സ് ഉണ്ട്, ഇതൊക്കെയാണ് എൻ്റെ ആവശ്യം, സേഫ്റ്റി എനിക്ക് മുഖ്യമാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് ഒരു കാർ സെലക്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഇവർ ഉദ്ദേശിക്കുന്ന ഫീച്ചേഴ്സ് എല്ലാം ഉള്ള ഒരു കാർ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ആ ഒരു സെയിം മെൻറ്റാലിറ്റിയിലുള്ള സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവും, അല്ലാത്തവരുണ്ടാവും. അപ്പോൾ അവർക്ക് കൂടെ അത് യൂസ്ഫുള്ളായിട്ട് മാറും. അതാണ് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമ്മളെ നാട്ടിൽ ഒത്തിരി കണ്ടുവരുന്ന കാറുകൾ, അല്ലെങ്കിൽ എല്ലാവർക്കും അറിയുന്നൊരു കാറ്, ഇതൊന്നും അല്ലാത്ത കുറച്ച് ഓഡ് കാർസ്, എന്നാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കൊണ്ടുപോകാൻ നടക്കാൻ പറ്റുന്ന കുറച്ച് കാർസിനെ കൂടെ ഉൾപ്പെടുത്തിയിട്ട് അതിൻ്റെ റിവ്യൂസ്, ഓണർഷിപ്പ് റിവ്യൂസ് അടക്കം നമ്മളിതിൽ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന അനുസരിച്ചിട്ടിരിക്കും ബാക്കി കാര്യങ്ങൾ. സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ പ്രോപ്പറായിട്ടൊരു അപ്ഡേറ്റ്സ് നിങ്ങളിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ
ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, എപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക. ഓക്കെ, ഇതിന് വേറെ ഫീസോ കാര്യങ്ങളൊന്നുമില്ല, ഫ്രീ ആണ്. അഡ്വൈസ് എന്നുള്ള രീതിയിൽ ഫ്രീ ആണ്. നിങ്ങൾക്ക് 10 പൈസയുള്ള ഫീയോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ട. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർ കൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ എനിവേ താങ്ക് യു സോ മച്ച്. സാധിക്കുന്നവരെല്ലാം തന്നെ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് അതുകൊണ്ട് യൂസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ വീട്ടിൽ ആവശ്യമുള്ള സാധനങ്ങൾ, ആവശ്യമുള്ളതെന്ന് വെച്ചാൽ സാധാരണയുള്ള ചട്ടിങ്കലൊന്നുമല്ല ഉദ്ദേശിക്കുന്നത്, പുതിയ ടെക്നോളജീസ് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീട്ടിലുള്ളവർക്ക് ഇത് കാണാം. ഇവൻ ഒരു വണ്ടിയായിട്ട് ബന്ധപ്പെട്ട് ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിനും ഈ ചാനൽ യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ കുറച്ച് മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് വീഡിയോസ് കൂടെ, നമ്മൾ ഹോം റെമഡീസ് ഒക്കെ പോലെ അതും കൂടെ ഒത്തിരി അല്ലെങ്കിൽ കുറച്ച് ഇൻക്ലൂഡ് ചെയ്യാനും കൂടെ ഉദ്ദേശിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. കീപ് വാച്ചിങ്. നിങ്ങളുടെ പറ്റുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം. വിത്തിൻ 1 വീക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ വീക്കിൽ തന്നെ സൺഡേ ഓർ മൺഡേ നിങ്ങളുടെ കമൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട്, നിങ്ങളുടെ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ട് ഏറ്റവും ആദ്യം കമൻറ്റ് ചെയ്യുന്ന ആൾക്കാർക്കും ആദ്യം നമ്മളൊരു റെസ്പോൺസ് എന്നുള്ള രീതിയിലുള്ള വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. ഡു സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക്, ഷെയർ, എന്തൊക്കെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.